ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മളിന്ന് രണ്ട് മോഡൽ ജുമുക്കയാണ് ചെയ്യണത്. അതിന് നമുക്ക് ഫസ്റ്റ് ഇതുപോലെ ഒരു ജുമുക്കയുടെ ബേസ് എടുക്കാം. അതിനകത്ത് ഒന്ന് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതിന് ചുറ്റാകെയായിട്ട് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് സ്റ്റോൺ ചെയിനാണ്. ഈ സ്റ്റോൺ ചെയിനെ ഇതുപോലെ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. ബാലൻസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇതിനെ ഒന്ന് കറക്റ്റാക്കി കൊടുക്കുക. വീണ്ടും നമ്മൾ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഓരോ ലെയറായിട്ട് നമ്മൾ ഇതിന് മുകളിൽ വരെയും ഇതുപോലെ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്റ്റോൺ ചെയിൻ ഒട്ടിക്കുമ്പോൾ എപ്പോഴായാലും അടുപ്പിച്ച് തന്നെ ഒട്ടിക്കാൻ നോക്കുക. ഒട്ടും ഗ്യാപ്പ് വരാത്ത രീതിക്ക് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഈ ബേസിനകത്ത് ഡയറക്റ്റാണ് ഒട്ടിച്ചേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സിൽക്ക് ത്രെഡ് ഉണ്ടെങ്കിൽ അത് ചുറ്റിയതിന് ശേഷം ഒട്ടിച്ചെടുക്കാം. നമുക്ക് അത് വെച്ചൊരു മോഡൽ അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഈ സിൽക്ക് ത്രെഡ് വെച്ചിട്ടുള്ളത് ചെയ്യാം. അപ്പം നമ്മൾ ഇതുപോലെ മൊത്തത്തിലായിട്ടും ഒട്ടിച്ചെടുക്കണം. കുറേ വീഡിയോകൾ കണ്ടിട്ട് അവരെല്ലാം ചെയ്യുന്നു എന്ന് പറഞ്ഞ് പേഴ്സണലായിട്ട് വന്ന അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും നിങ്ങൾ ഓരോന്ന് ചെയ്യുക. ചെറുതായിട്ടെങ്കിലും ഇതുപോലൊരു വരുമാനം കണ്ടെത്തുക. ഞാനൊക്കെ എന്ന് വെച്ചാൽ ആദ്യം ഇതുപോലെ മടി പിടിച്ചിരുന്ന ആളാണ്. ഇത് ചെയ്ത് തുടങ്ങുമ്പോൾ സ്റ്റാർട്ടിങ്ങിലെ നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. നമ്മൾ കുറേശ്ശെ മുന്നോട്ട് വരുമ്പോഴേ നമുക്കിതിൽ നിന്ന് നല്ലൊരു വരുമാനം കിട്ടത്തുള്ളൂ. ഫസ്റ്റിലൊന്നും കിട്ടില്ല എന്ന് ഓർത്ത് നിങ്ങൾ നിർത്താനും നിൽക്കരുത്. ഇതുപോലെ നമുക്ക് മുകളിൽ വരെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഒട്ടിച്ചതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു ബീഡ്സിൻ്റെ ക്യാപ്പാണ്. കുറച്ച് ലെങ്ത് ഉള്ള ടൈപ്പാണ് ഇത് ഗോൾഡ് കളർ ആയതുകൊണ്ട് നമ്മളൊരു സിൽവർ കളർ സ്റ്റോൺ ചെയിൻ അല്ലേ എടുത്തേക്കുന്നത്. അപ്പോൾ ഗോൾഡ് പുറത്താണ് ഇപ്പോൾ ഇത് കാണാത്ത രീതിക്ക് ചുറ്റാകെയായിട്ട് ഇതിനെ മൊത്തത്തിൽ ഇതുപോലെ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചെടുക്കാം. ഈ ഗോൾഡ് നമ്മൾ കാണാതിരിക്കാന്നേ എടുക്കുന്നത്. നമ്മളിപ്പോൾ ഗോൾഡ് കളറിലെ ആയിരുന്നു സ്റ്റോൺ ചെയിൻ എങ്കിൽ നമുക്ക് ഇതിന് മുകളിലായിട്ട് ഇതുപോലെ ഒട്ടിക്കണ്ട. കാരണം അത് ബോറാവില്ല കാണുമ്പോൾ. ഇതുപോലെ നമുക്ക് മൊത്തത്തിലായിട്ടും ഒട്ടിച്ചെടുക്കാം. നിങ്ങളെ കയ്യിലിപ്പം ഇതുപോലുള്ള ബീഡ്സിൻ്റെ ക്യാപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഐപ്പിന്നിനകത്ത് വലിയ ബീഡ്സിൽ ഒരു 8 mm ബീഡ്സ് ഇട്ടിട്ട് ഈ ജുമിക്കയ്ക്ക് അടിയിലൂടെ മുകളിലോട്ട് എടുക്കാം. അല്ല ചെറിയ ബീഡ്സൊക്കെ ആണെങ്കിൽ ഐപ്പിന്ന് പുറത്ത് വരുവേ. ഇപ്പം നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ജുമിക്ക ഏകദേശം നമ്മൾ റെഡിയായി കഴിഞ്ഞു. അപ്പം നമ്മൾ ആ ഗോൾഡിൻ്റെത് ഒട്ടും പുറത്ത് കാണാത്ത രീതിയിലാണ് ചുറ്റിയെടുത്ത് നമ്മുടെ ജുമുക്ക റെഡിയായി. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ സ്റ്റഡാണ്. അതിന് ഇതുപോലെ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുക്കുക. അതിനകത്ത് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു സ്റ്റോണാണ്. ആ സ്റ്റോണിനെ വെച്ചിട്ട് ഇതിന് ചുറ്റാകെയായിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റോൺ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ലെയർ ഒട്ടിച്ചു. അതിന് ശേഷം വീണ്ടും ഗം അപ്ലൈ ചെയ്യുക. വീണ്ടും ഒരു ലെയറും കൂടെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ 2 ലെയറായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ സ്റ്റഡിന് ഇത് മതി. ഇനി നമുക്ക് വേണ്ടത് ഐപ്പിന്നാണ്. ഐപ്പിന്നിനെ ഇതുപോലെ ഇതിനകത്തൂടെ കയറ്റി കൊടുക്കുക. എന്നിട്ട് ഐപ്പിന്നിൻ്റെ ലെങ്തിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ഈ സ്റ്റഡ് ചെയ്ത് വച്ചേക്കുന്നതിനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഗം അപ്ലൈ ചെയ്തതിന് ശേഷം ഐപ്പിന്നിൻ്റെ ലെങ്ത് കുറച്ച് ഇതിനകത്തോട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ സ്റ്റഡിൻ്റെ ഒരു ഫ്രെയിമും കൂടെ ഇതിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ഒട്ടിച്ചു.
ഇനി നമുക്ക് ഈ ജുമുക്കയും അതുപോലെ ഈ സ്റ്റഡുമായിട്ട് ഇതുപോലെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഐപ്പിന്നിനെ ഇതുപോലെ വളയ്ക്കുക. വളച്ചതിന് ശേഷം നമ്മൾ സ്റ്റഡിൽ വെച്ചേക്കുന്ന ആ ഐപ്പിന്നിനകത്തോട്ട് ഇതുപോലെ ഒന്ന് കയറ്റി കൊടുക്കുക. ഇനി അതിനെ ഇതുപോലെ പ്രസ് ചെയ്തെടുക്കുക. നമ്മുടെ ജുമുക്ക റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാനിത്. ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ മോഡൽ. ഇതിപ്പോൾ മുന്നേ ഇതിൻ്റെ ഒരെണ്ണം നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഒരു മോഡൽ ജുമുക്ക റെഡി ആയിട്ടുണ്ട്. അടുത്ത മോഡൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഇതുപോലൊരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വേണം. അതിനകത്ത് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ കുന്തൻ സ്റ്റോണും കൂടെ ഉപയോഗിക്കുന്നുണ്ട്. ഇതുപോലെ ഈ ഒരു മോഡലിലെ കുന്തൻ സ്റ്റോണാണ് എടുത്തേക്കുന്നത്. ഇതിനെ നമുക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇപ്പം നമ്മളിതൊരു മെറൂൺ കളറിൻ്റെ കുന്തൻ സ്റ്റോണാണ് എടുത്തേക്കുന്നത്. ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. ഈ ജുമുക്കയുടെ എല്ലാം ബേസുകൾ നമുക്ക് കിട്ടുവേ. അതിനകത്ത് ബാക്കി നമ്മൾ മേക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഞാൻ കഴിഞ്ഞ വീഡിയോയിലെല്ലാം പറയുന്നത് പോലെ ഏതെങ്കിലും മെറ്റീരിയൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക. അപ്പം നമ്മളിത് ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ എടുക്കുന്നത് ഈ ഒരു മോഡലാണ് ജുമുക്ക. ഇതിനകത്ത് നമുക്ക് ബീഡ്സൊക്കെ കോർത്തിടാൻ പറ്റുന്ന ഹോളൊക്കെ ഉള്ള ടൈപ്പാണ്. ഇതിനകത്ത് നമ്മൾ ഐപ്പിന്നിനകത്ത് ഇതുപോലെ മെറൂൺ കളറിൻ്റെ തന്നെ കുങ്കുരു സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഒരു 10 സെറ്റ് ഇതുപോലെ ചെയ്ത് വച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഈ ജുമുക്കയ്ക്കകത്ത് ഇതുപോലെ കയറ്റി കൊടുക്കാം. അതിന് ശേഷം ഇതിനെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. ഈ രീതിക്ക് തന്നെ നമുക്ക് 10 എണ്ണം നമ്മൾ സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട് ഐപ്പിന്ന്. ഈ 10 ഐപ്പിന്നിനെയും നമുക്ക് ഇതുപോലെ ഒന്ന് ജുമുക്കയ്ക്കകത്തായിട്ട് സെറ്റ് ചെയ്യാം. ഇതൊക്കെ നമ്മൾ വീഡിയോയിൽ കാണുന്നതിനേക്കാളും നിങ്ങൾ ചെയ്ത് നോക്കുക. ഡയറക്റ്റ് നല്ല ഭംഗിയാണ് ഇതിന്. ഇതെല്ലാം നമ്മൾ സെയിൽ ചെയ്താൽ എങ്ങനെയായാലും 80-90 ആ ഒരു റേറ്റിൽ നമുക്ക് ഉറപ്പായിട്ട് കൊടുക്കാം. അതിൽ കൂടുതലല്ലാതെ ഒരിക്കലും കുറയത്തില്ല. അപ്പം നമ്മൾ ഇതുപോലെ ഇത് വെച്ചിരുന്ന ഐപ്പിന്നുകളെല്ലാം ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു ഐപ്പിൻ എടുക്കുക. അതിൻ്റെ ലെങ്ത് ഒന്ന് കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം ഇതിനകത്ത് ഇതുപോലെ ഗം അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഇതിലാണ് കമ്മലിൻ്റെ ഫ്രെയിം ഒട്ടിക്കണത്. അതും ഇതുപോലെ എടുത്ത് ഗം അപ്ലൈ ചെയ്തതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്കൊരു ജംറിങ് വേണം. അതിനെ ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം ആ ജുമുക്കയ്ക്കകത്തും അതുപോലെ ഈ കമ്മലിനകത്തുമായിട്ടിട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്യുക. വളരെ എളുപ്പമല്ലേ ചെയ്യാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ കമൻ്റായിട്ട് ഇടുക. ഇഷ്ടമാവുന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇതിലേതെങ്കിലുമൊക്കെ മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കോണ്ടാക്റ്റ് ചെയ്യണേ. അപ്പം നമ്മൾ 2 മോഡൽ കമ്മൽ നമ്മൾ സെറ്റ് ചെയ്ത് നല്ല എളുപ്പമാണ്. നിങ്ങൾക്ക് എന്തൊക്കെയും ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കാണാം. ഓക്കെ, താങ്ക് യു.